അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ജനാബത്ത് കുളിച്ച ഒരാൾ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധമാവാൻ അദ്ദേഹം കുളിച്ചു. അങ്ങനെ അദ്ദേഹം നമസ്കരിക്കാൻ വേണ്ടി പോകുന്ന പക്ഷം പിന്നെയും ഒന്നുവെടുക്കേണ്ടതുണ്ടോ എന്ന് പൊതുവെ ആളുകൾ തിരക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധമാവാൻ, ജനാബത്തിൽ നിന്ന് ശുദ്ധമാവാൻ കുളിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ മര്യാദകളും അതിൻ്റെതായ നിയമങ്ങളും പാലിച്ച് ആ കുളിയുടെ ഓരോ രൂപവും കൃത്യമായി പാലിച്ചുകൊണ്ടാണ് കുളിച്ചിട്ടുള്ളതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് പിന്നെയും ഒന്നും എടുക്കേണ്ടതില്ല. കാരണം ആ ജനാബത്ത് കുളിയിൽ തന്നെ ഉളു കടന്നു വരുന്നുണ്ട്. ജനാബത്ത് കുളിക്കുന്നതിന് മുമ്പ് ഒന്നുമെടുക്കൽ സുന്നത്താണ്. അതുകൊണ്ട് തന്നെ ആ ഉളുവും ആ കുളിയും തന്നെ മതി, രണ്ടാമതൊരു ഉളു പിന്നെ ആവശ്യമില്ല എന്നാണ്. ഈ വിഷയത്തിൽ ഹദീസുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തസിലു വയുസല്ലി അർറകഅതൈൻ, പ്രവാചകൻ കുളിച്ചു പിന്നെ 2 റക്അത്തും അതേപോലെ തന്നെ വസ്സലാത്തുൽ ഗദാത്തി സുബ്ഹിയും നമസ്കരിച്ചു എന്നാണ്. വല അറാഹു യഹ്ദിസു വുളുഅൻ ബഅദൽ ഗുസ്ൽ, കുളിച്ച ശേഷം മറ്റൊരു വുളു എടുത്തിട്ടില്ല. അപ്പോൾ ജനാബത്ത് കുളിച്ച ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിക്കുമുള്ള 2 റക്അത്തും ശേഷം സുബ്ഹി നമസ്കരിച്ചു എന്ന് വളരെ വ്യക്തമായി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയും. അപ്പോൾ ജനാബത്ത് കുളിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ കുളി യഥാർത്ഥ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഒന്നുവെടുത്ത് പിന്നെ എല്ലാ നിബന്ധനകളും പാലിച്ച് കൃത്യമായി കുളിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ കുളി തന്നെ മതി, പിന്നെ രണ്ടാമത് ഒന്നു എടുക്കേണ്ടതില്ല എന്നാണ്. എന്നാൽ കുളിച്ച ശേഷം ഉളു മുറിയുന്ന എന്തെങ്കിലും സംഭവിച്ചാൽ നിർബന്ധമായും ഒന്നു എടുക്കുകയും വേണം. ഇതാണ് ഈ വിഷയത്തിലുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.